നമ്മുടെ ക്യാമറയിൽ നമ്മളെടുത്ത ഒരു ചിത്രത്തെ എങ്ങനെയാണ് സാങ്കേതികമായി വിലയിരുത്തേണ്ടത്? അതാണ് ഇനി നമ്മൾ ഈ ഒരു സെഷനിൽ പരിശോധിക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ ഓട്ടോമാറ്റിക് മോഡിലാകട്ടെ, മാനുവൽ മോഡിലാകട്ടെ, അല്ലെങ്കിൽ ഏത് മോഡിലായി കഴിഞ്ഞാലും നിങ്ങളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ സാങ്കേതികമായിട്ട് അത് പെർഫെക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ചില പോയിൻറ്റ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ക്രിയേറ്റീവ് സൈഡ് അഥവാ കലാപരമായ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന്, നിങ്ങളുടെ മനസ്സിൽ നിന്നായിരിക്കും നിങ്ങൾ എടുത്തിട്ട് ഈ ഒരു പിക്ചറിൽ ആഡ് ചെയ്തിട്ടുണ്ടാവുക. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ സ്വയം തീരുമാനിച്ചതാണ്. അതേ സമയത്ത് നിങ്ങളുടെ കലാപരമായ കാര്യങ്ങൾ നിങ്ങൾ ഷൂട്ട് ചെയ്ത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അതിൽ നിന്നും റീഡ് ചെയ്യാൻ, അതല്ലെങ്കിൽ വായിച്ചെടുക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഒരിക്കലും അവർക്ക് ഊഹിച്ചെടുക്കാൻ സാധിക്കില്ല. ആ ചിത്രത്തിലൂടെ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം അവർക്ക് മനസ്സിലാക്കിയെടുക്കാം എന്നേ ഉള്ളൂ. അതിനകത്ത് അഭിപ്രായം പറയുക എന്നുള്ളത് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ചില പോയിന്റ്സ് ശ്രദ്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഈ ചിത്രത്തിന് സാങ്കേതികമായിട്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടോ എന്ന് ആർക്കും പരിശോധിക്കാൻ സാധിക്കും. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫോട്ടോഗ്രാഫി നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള ആർക്കും തന്നെ ആ ഒരു ചിത്രത്തെ വിലയിരുത്താൻ സാധിക്കും. അതിൽ നമുക്ക് നോക്കേണ്ട 6 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതായത് ഒരു ചിത്രം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ടെക്നിക്കലി പെർഫെക്റ്റ് ആണോ, അല്ലെങ്കിൽ ഒരു പാസ് മാർക്ക് അതിന് കൊടുക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് ക്യാമറയിൽ വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഫ്രെയിമിൽ വരുന്ന 6 വെല്ലുവിളികളെ കുറിച്ചാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം, നിങ്ങൾ ഫോട്ടോ എടുക്കാൻ പോകുന്ന ആ ഫ്രെയിമിലുള്ള ഒബ്ജക്ട്സിൻ്റെ അല്ലെങ്കിൽ ആ ഫ്രെയിമിലുള്ള വസ്തുക്കളുടെ ചലനമാണ്. അത് വേഗത്തിലാകട്ടെ മെല്ലെ ആകട്ടെ, എങ്ങനെ ആയിക്കഴിഞ്ഞാലും ചലിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കളെ എങ്ങനെ ഫോട്ടോ എടുക്കണം എന്ന് നല്ല ഒരു ധാരണ ഉള്ള ഒരാൾക്ക് മാത്രമേ ചലിക്കുന്ന വസ്തുക്കളെ ആ നല്ല രീതിയിൽ കവർ ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫിയിൽ ഫസ്റ്റ് വെല്ലുവിളിയാണ് നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ്സ്, അതായത് ചലിക്കുന്ന വസ്തുക്കളെ നമ്മൾ ഫ്രെയിമിനകത്ത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയിൽ ചലിക്കുന്ന വസ്തുക്കളെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു ചിത്രത്തിൻ്റെ തെളിച്ചം അഥവാ ബ്രൈറ്റ്നെസ്. നിങ്ങൾ കണ്ട ചിത്രം നല്ല നട്ടുച്ച വെയിലുള്ളതായിരുന്നു, പക്ഷേ നിങ്ങൾ ഫോട്ടോ എടുത്ത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അത് ഇരുട്ടായിപ്പോയി അല്ലെങ്കിൽ ഇരുണ്ടുപോയി. അങ്ങനെയുള്ള ബ്രൈറ്റ്നെസ്സിനെ, ഒരു ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നെസ് മാനേജ് ചെയ്യുന്നതിൽ ഫോട്ടോഗ്രാഫറിന് എത്രത്തോളം കഴിവുണ്ട് എന്നുള്ളതും ഒരു വലിയ വെല്ലുവിളിയാണ്. മൂന്നാമത്തെ കാര്യം ഫോക്കസ് ആണ്. ഫോക്കസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചിത്രത്തിൽ നിങ്ങൾ ഏതൊരു ഒബ്ജക്റ്റിനെയാണോ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒബ്ജക്റ്റ് തന്നെ ഷാർപ്പാക്കി കാണിക്കുക എന്നുള്ളതാണ്. ഇതും ഒരല്പം വെല്ലുവിളി ഉയർത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ഫോക്കസ് ആണ്. അഥവാ നിങ്ങളുടെ ഫ്രെയിമിൽ നിങ്ങളുടെ ക്യാമറയുടെ അടുത്ത് നിന്നും എത്രത്തോളം ദൂരത്തേക്ക് ഷാർപ്പായിട്ടുണ്ടാവണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഒബ്ജക്റ്റിനെയാണ് ഫ്രെയിം ചെയ്യുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ മുന്നോട്ടും അതിൻ്റെ പുറകിലോട്ടും എത്രത്തോളം ദൂരം ഷാർപ്പായി കിട്ടണം എന്ന് തീരുമാനിക്കുന്നത് ഡെപ്ത് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം തീരുമാനിക്കാൻ ഫോട്ടോഗ്രാഫറിന് കഴിവുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അയാൾക്ക് കൃത്യമായ ഒരു ഫോട്ടോ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതും ഒരു വെല്ലുവിളിയാണ്. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം, നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ലെങ്കിൽ കൂടി നമ്മൾ അതിനെ നിയന്ത്രിക്കാൻ പഠിച്ചിരിക്കണം. അതാണ് ഗ്രെയിൻസ് ആൻഡ് നോയ്സ്. ഒരു ചിത്രത്തിൽ ലൈറ്റിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഗ്രെയിൻസ് ആൻഡ് നോയ്സ്. പക്ഷേ ഫോട്ടോഗ്രാഫറിന് കൃത്യമായിട്ടും അതെങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് എന്ന് അറിഞ്ഞിരിക്കണം. അതും ഒരു വെല്ലുവിളിയാണ്. ഇനി ആറാമത്തെ കാര്യം, നമ്മൾ കാണുന്ന ഒരു ചിത്രത്തിൻ്റെ കളറിൻ്റെ, വർണ്ണങ്ങളുടെ കൃത്യത ഉറപ്പാക്കുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. അതും ഫോട്ടോഗ്രാഫറിന് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് കളർ ടോൺ അല്ലെങ്കിൽ വൈറ്റ് ബാലൻസ് കൃത്യമാക്കുന്നത് എങ്ങനെ എന്ന് അറിയുന്ന ഒരു ഫോട്ടോഗ്രാഫറിന് മാത്രമേ അയാൾ കണ്ട ആ സീനിലുള്ള എല്ലാ നിറങ്ങളും അതിൻ്റെ എല്ലാ വിശ്വാസ്യതയോടും കൂടി കാഴ്ചക്കാരനെ പകർന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ 6 കാര്യങ്ങളാണ് നമ്മളൊരു ഫോട്ടോഗ്രാഫിയിൽ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ ചെക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ഫോട്ടോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു ചിത്രത്തിൽ വരുന്ന മൂവ്മെൻറ്റ്സ്, അതേപോലെ ആ ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നെസ്, ആ ചിത്രത്തിൻ്റെ ഷാർപ്നെസ്, ആ ചിത്രത്തിൽ എത്രത്തോളം ഏരിയ ഷാർപ്പാവണം എന്നുള്ളത്. അഞ്ചാമത്തേത് ഗ്രെയിൻസ് ആൻഡ് നോയ്സ്. ആറാമത്തേത് വൈറ്റ് ബാലൻസ് അല്ലെങ്കിൽ കളർ ടോൺ. ഈ 6 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ അറിയാം എന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വെല്ലുവിളിയും നേരിടാൻ, അല്ലെങ്കിൽ ഏത് ചലഞ്ചിങ് സിറ്റുവേഷനിലും പോയിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെയും നമ്മൾ
പഠിക്കാൻ പോകുന്നത് ഈ ഒരു 6 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ഈ 6 കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം.